കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ. അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു. അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കു മുകളിൽ ഉയർന്നിരിക്കുന്നു. അത് എനിക്കു താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞു നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു. എൻ്റെ അരക്കെട്ടു ജ്വരം കൊണ്ടു പൊള്ളുന്നു. എൻ്റെ ശരീരത്തിനു തീരെ സൗഖ്യമില്ല. ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവീർപ്പിടുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ. എൻ്റെ തേങ്ങൽ അങ്ങേക്കജ്ഞാതമല്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. കണ്ണുകളുടെ പ്രകാശവും എനിക്കു നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഉറ്റവരകന്നു മാറുന്നു. എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു. എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു. അവർ ദിവസം മുഴുവനും വഞ്ചന നിനയ്ക്കുന്നു. ഞാൻ ബധിരനെ പോലെയാണ്, ഒന്നും കേൾക്കുന്നില്ല. വായ് തുറക്കാത്ത മൂകനെ പോലെയാണു ഞാൻ. ചെവി കേൾക്കാത്തവനെ പോലെയാണു ഞാൻ. ഞാനൊരു മറുപടിയും പറയുന്നില്ല. കർത്താവേ, അങ്ങേക്കു വേണ്ടിയാണു ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണെനിക്ക് ഉത്തരമരുളേണ്ടത്. ഇതാണെൻ്റെ പ്രാർത്ഥന. എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ
എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ. ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു, വേദന എന്നെ വിട്ടുപിരിയുന്നില്ല. ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റു പറയുന്നു, എൻ്റെ പാപത്തെ പറ്റി അനുതപിക്കുന്നു. അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ്, അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ. നന്മയ്ക്കു പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു. ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത്. കർത്താവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. ഉണരൂ പ്രഭാതമേ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനം 38 അധ്യായം 1 മുതൽ 22 വരെയുള്ള വചനങ്ങൾ രോഗിയുടെ രോദനത്തെപ്പറ്റിയാണ് നമ്മളോട് പറയുക. ഇതൊരു മെമ്മോറിയൽ സാമാണ്, ഒരു അനുസ്മരണ സാം. നമ്മളെല്ലാവരും ഓർത്തു വയ്ക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. ഇത് പറയുക, ഈ സങ്കീർത്തനം പറയുക പാപം ചെയ്ത ദാവീദ് രാജാവിനെ പറ്റിയാണ്. ദൈവം ദാവീദിനോട് കോപിഷ്ഠനായി ഉടനെ ദൈവസന്നിധിയിൽ മാപ്പിരക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. തനിക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് ശിക്ഷ വരുമെന്ന ബോധ്യത്തോടു കൂടി ദാവീദ് തമ്പുരാനോട് യാചിക്കുകയാണ്: തമ്പുരാനെ, എന്നെ ശാസിക്കരുത്, എന്നെ ശിക്ഷിക്കരുത്. കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു, അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും ദാവീദിനെ പോലെ ഇപ്രകാരമുള്ള അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ പോകുന്നവരാണ്. നമുക്കറിയാം ദാവീദിൻ്റെ പാസ്റ്റ്, കഴിഞ്ഞ കാലം. ദാവീദ് ഒത്തിരി ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുകയുണ്ടായി, തൻ്റെതായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയുണ്ടായി.
മറ്റു പല മേഖലകളിൽ ദാവീദ് വ്യതിചലിക്കുകയുണ്ടായി. അപ്പോൾ ദൈവം കോപിഷ്ഠനായി. അങ്ങനെ ദൈവം കോപിഷ്ഠനായപ്പോൾ തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവെ എന്നെ ശാസിക്കരുത്, കോപത്തിൽ എന്നെ ശാസിക്കരുത്, ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത്. നമ്മളും പലപ്പോഴും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാകാം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു സമർപ്പിത എന്ന നിലയിൽ, ഒരു ആത്മായ ശുശ്രൂഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകാം. എന്നാൽ ജീവിതത്തിൽ ചില മേഖലകൾ കടന്നു വരുമ്പോൾ, ചില തിന്മകളുടെ സ്വാധീനം കടന്നു വരുമ്പോൾ ദാവീദ് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതുപോലെ ദാവീദ് എളിമപ്പെട്ടതുപോലെ ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുക. കർത്താവ് എൻ്റെ മേൽ കരുണയായിരിക്കണമേ, കർത്താവെ ഞാൻ വീണുപോയി, എനിക്ക് കൃപ നൽകണമേ പിടിച്ചു നിൽക്കുവാനുള്ള. ചില തഴക്ക ദൂഷിരങ്ങൾ എന്നെ വലയം ചെയ്യുമ്പോൾ, ചില തിന്മയുടെ സ്വാധീനങ്ങൾ എന്നെ കെട്ടുമ്പോൾ, ചില തെറ്റായ കൂട്ടുകെട്ടുകൾ എന്നെ തിന്മയിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ട് പോകുമ്പോൾ, ദൈവമേ എനിക്ക് കൃപ ചൊരിയണമേ, ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു കൃപ. ഇതാണ് ദാവീദ് രാജാവ് നിങ്ങളോടും എന്നോടും പറയുക. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നോക്കുമ്പോൾ, വിദ്യാർത്ഥികൾ, യുവക്കന്മാരിലേക്ക് നോക്കുമ്പോൾ വലിയൊരു സ്വാധീനം, തിന്മയുടെ ഒരു സ്വാധീനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില വ്യക്തികളൊക്കെ കടന്നു വരുമ്പോൾ, ചില കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ അച്ഛാ ചില അഡിക്ഷൻ ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെ ആകാം, മദ്യത്തിൻ്റെ ആകാം. ഒരിക്കലൊരു കുഞ്ഞ് അച്ഛനോട് പങ്കുവെച്ച കാര്യം ഓർക്കുകയാണ്, അച്ഛാ ഞാൻ കേരളത്തിന് പുറത്താണ് പഠിക്കുക, എൻ്റെ വീട്ടിൽ പോലും അറിയത്തില്ല ഞാൻ ഈ ഡ്രഗ്സിന് അടിമയാണ് എന്നുള്ളത്. ഈ പയ്യൻ്റെ, ഈ വിദ്യാർത്ഥിയുടെ അപ്പച്ചൻ ആ സ്ഥലത്തെ പ്രമുഖനായൊരു വ്യക്തിയാണ്. ഇവൻ പറയുകയാണ്, അച്ഛനോട് പറയുകയാണ്, എൻ്റെ അച്ഛാ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇതിന് അഡിക്റ്റാണ്, എനിക്ക് എങ്ങനെയെങ്കിലും മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. വീണ്ടും ഞാൻ എൻ്റെ പഴയ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് തിരികെ പോകുമ്പോൾ, ഇപ്പോൾ ഈ സഹോദരൻ അവധിക്ക് വന്നതാണ്, അപ്പോഴാണ് അച്ഛൻ്റെ അടുത്ത് കടന്നു വന്നത്. അച്ഛാ വീണ്ടും ഞാൻ തിരികെ ചെല്ലുമ്പോൾ ഇവന്മാർ വീണ്ടും എന്നെ ഈ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാം, അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരിക്കൽ ഒരു യുവാവ് ഷെയർ ചെയ്യുകയുണ്ടായി. അച്ഛനത് പറയാൻ കാരണം, നമ്മുടെ ചുറ്റുമുള്ള ലോകം പലതരത്തിലുള്ള തിന്മയുടെ കെട്ടിലാണ്. അപ്പം ദാവീദിനെ പോലെ ഒരു മെൻറ്റാലിറ്റി, ഒരു മനസ്സ് നമുക്കുണ്ടാകണം. എളിമപ്പെട്ടുകൊണ്ട്, കർത്താവ് ഇതാണ് എൻ്റെ അവസ്ഥ, അതിൽ നിന്ന് മോചിതനാകുവാൻ, അതിനെ അവഗണിക്കുവാൻ, അതിനെ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. നമ്മൾ തുടർന്ന് വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ പാപം ചെയ്തത് മൂലം പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ദാവീദിനെ ബാധിക്കുകയാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ അസ്വസ്ഥതകൾ. അതെല്ലാം നമ്മൾ ഈ വചനത്തിൽ കണ്ടുപിടുന്നുണ്ട്. ഭയങ്കര രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. ഒരു ശാരീരിക മാനസികമായ പ്രതിസന്ധിയിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ പാപം ചെയ്യുമ്പോൾ, നീ തെറ്റിൻ്റെ മേഖലയിലേക്ക് പോകുമ്പോൾ നിനക്കൊരു അസ്വസ്ഥത, അല്ലെങ്കിൽ നിനക്കൊരു സ്വസ്ഥതയും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നമ്മൾ അവർക്ക് പ്രിയപ്പെടുമ്പോൾ കാണാനായിട്ട് സാധിക്കും, അവർക്ക് എപ്പോഴും ഒരു നിരാശയായിരിക്കും. ഈ തിന്മ ചെയ്യുന്നവർക്ക് അവർക്ക് ഒരു വിജയം വരിക്കാനായിട്ട് പലപ്പോഴും ജീവിതത്തിൽ സാധിക്കുകയില്ല. ചില വ്യക്തികളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ അച്ഛാ ഞാൻ ഇന്ന ദുശീലത്തിന് അടിമയാണ്, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് വിജയം വരിക്കാനായിട്ട് പറ്റും, ഞാൻ എത്ര പ്രാവശ്യം പരീക്ഷ എഴുതി പക്ഷേ എനിക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഞാൻ വിദേശ രാജ്യത്തിലേക്ക് പോകാൻ പല ശ്രമങ്ങളും നടത്തി, എനിക്കെല്ലാം ശരിയായി വരും, കൃത്യസമയത്ത് എന്തെങ്കിലും തടസ്സം കടന്നു വരും. ചില തിന്മയുടെ കെട്ടുകൾ പലപ്പോഴും നമുക്ക് ചില ലക്ഷ്യത്തിലെത്താനായിട്ട് നമുക്ക് തടസ്സമാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ഈ പാപത്തെ, ഈ തിന്മയെ അതിജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കു മുകളിൽ ഉയർന്നിരിക്കുന്നു, അത് എനിക്കു താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു, ഞാൻ കുനിഞ്ഞു നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു. എൻ്റെ അരക്കെട്ടു ജ്വരം കൊണ്ടു പൊള്ളുന്നു, എൻ്റെ ശരീരത്തിനു തീരെ സൗഖ്യമില്ല.
ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവീർപ്പിടുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ. എൻ്റെ തേങ്ങൽ അങ്ങേക്കജ്ഞാതമല്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. തുടർന്ന് വചനം നമ്മളോട് ഇപ്രകാരം പറയുകയാണ്: എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ഉറ്റവർ അകന്നു മാറുന്നു. നീ പാപം ചെയ്ത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കെട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ, നീ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്നവർ പോലും ചിലപ്പോൾ നിന്നിൽ നിന്ന് അകന്നു മാറുന്നു. നീ രോഗിയായി തീരുമ്പോൾ, നിനക്കൊരു അഭിവൃദ്ധി ഇല്ലാതായി തീരുമ്പോൾ, നിന്നെ സപ്പോർട്ട് ചെയ്തവർ, നിന്റെ കൂടെ ഒന്നിച്ചിരുന്നവർ പലപ്പോഴും അകന്നു മാറി. ഇതൊക്കെ നമ്മൾ ലോകത്തിൽ കാണുന്നതാണ്. ഇതൊക്കെ നമ്മൾ ചുറ്റുപാടൊന്ന് നോക്കിക്കേ, വീക്ഷിച്ചേ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചുറ്റുപാടിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും, കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് ദാവീദ് തൻ്റെ ഈ സങ്കീർത്തനത്തിൽ പറയുക. കർത്താവെ, ഞാൻ പാപം ചെയ്തപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരായി കരുതിയവർ, ഞാൻ ഉറ്റമിത്രങ്ങളായിട്ട് കരുതിയവർ, ഞാൻ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർ, അവരെല്ലാം ഇപ്പോൾ എന്നിൽ നിന്ന് അകന്നു മാറുകയാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനം പറയുന്നതെല്ലാം ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സങ്കീർത്തനം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കണ്ണുകളുടെ പ്രകാശവും എനിക്കു നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ഉറ്റവരകന്നു മാറുന്നു. എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു. എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു. അവർ ദിവസം മുഴുവനും വഞ്ചന നിനയ്ക്കുന്നു. ഞാൻ ബധിരനെ പോലെയാണ്, ഒന്നും കേൾക്കുന്നില്ല. വായ് തുറക്കാത്ത മൂകനെ പോലെയാണു ഞാൻ, ചെവി കേൾക്കാത്തവനെ പോലെയാണു ഞാൻ. ഞാനൊരു മറുപടിയും പറയുന്നില്ല. സങ്കീർത്തകൻ തുടർന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. 16-ാം വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇതാണ് എൻ്റെ പ്രാർത്ഥന. പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ കിടക്കുന്ന ദാവീദ് പറയുകയാണ്, ഇതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുത്. ദൈവമേ, എൻ്റെ കാല് വഴുതുമ്പോൾ, ഞാൻ വീണു പോകുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ, വീണ്ടും പാപത്തിലേക്ക് വീഴാനുള്ള സാഹചര്യം കടന്നു വരുമ്പോൾ, അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുത്. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു വചനമാണ്. നീ വീഴുമ്പോൾ നിന്റെ നാശം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നിന്റെ തിന്മ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും സന്തോഷിക്കും. ദാവീദ് പറയുകയാണ്, അതിനൊന്നും തമ്പുരാനെ ഇടം വരുത്തരുത്. നമ്മുടെ ലോകത്തിൽ ഇത് തന്നെ സംഭവിക്കും. നിനക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നവർ അനേകർ നിന്നെ ചുറ്റും കാണും. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലൊരു തകർച്ചയുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ടാകാം. പക്ഷെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, തമ്പുരാനെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കാൻ ഇടയാകരുത്. കർത്താവേ, അങ്ങേക്കു വേണ്ടിയാണു ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണെനിക്ക് ഉത്തരമരുളേണ്ടത്. ഇതാണെൻ്റെ പ്രാർത്ഥന. എൻ്റെ കാൽ വഴുതുമ്പോൾ
അനുകരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ. ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു, വേദന എന്നെ വിട്ടുപിരിയുന്നില്ല. ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റു പറയുന്നു, എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു. അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ്, അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ. നന്മയ്ക്കു പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു. ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത്. തുടർന്ന് സങ്കീർത്തനം പറയുകയാണ്, ഞാൻ എൻ്റെ അകൃത്യങ്ങളേറ്റ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഓരോ ദിവസവും നമ്മൾ ആത്മശോധന ചെയ്യണം. തമ്പുരാൻ, ഇതാണ് എൻ്റെ കുറവുകൾ, ഇന്നേ ദിവസം സംഭവിച്ച വീഴ്ചകൾ ഇതാണ്, ഇന്നേ ദിവസം സംഭവിച്ച പോരായ്മകൾ ഇതാണ്. നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നേ ദിവസം ഈ മേഖലയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. തമ്പുരാനെ, എൻ്റെ അകൃത്യങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ എന്നോട് പൊറുക്കണമേ. ദാവീദ് എല്ലാത്തിനും തമ്പുരാനോട് മാപ്പ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോടും ഇന്ന് തമ്പുരാൻ പറയുക, ഈശോ പറയുക, നീ മനുഷ്യനാണ്, വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തമ്പുരാനെ ചേർത്ത് പിടിച്ച് മുറുകെ പിടിച്ച് വന്നുപോയ വീഴ്ചകളെ ഓർത്ത് തമ്പുരാനോട് മാപ്പ് ചോദിച്ച് പുതിയൊരു അഭിഷേകത്തിൽ മുന്നോട്ട് പോവുക, പുതിയൊരു കൃപയിൽ നിറയുക. ഓരോ ദിവസത്തിനും അതിൻ്റേതായ കൃപ തമ്പുരാൻ നൽകുന്നുണ്ട്, അതിൻ്റേതായ ഒരു അഭിഷേകം തമ്പുരാൻ നൽകുന്നുണ്ട്. ആ കൃപ സ്വീകരിക്കണമെങ്കിൽ നീ ഓരോ ദിവസവും നിന്നെ തന്നെ നവീകരിക്കുക. വന്നുപോയ കുറവുകളെ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കുക. സാധിക്കുമ്പോൾ കുമ്പസാരി ചൊരിയുക. അപ്പോഴേക്കും ദൈവം നിനക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ വീണ്ടും നൽകുകയാണ്. ഈ ഒരു ബോധത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിനക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കുക. ദൈവത്തെ മനസ്സിലാക്കാതെ താന്തോന്നിയായിട്ട് ജീവിച്ച് സഭയോട് താല്പര്യമില്ലാതെ വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാതെ സംസാരിക്കാതെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്ര കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം നിനക്ക് ബ്ലോക്കായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഈ മേഖലകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടാകുക. ദാവീദ് ദൈവവുമായിട്ട് ചേർന്ന് നിന്നവനാണ്. എന്നാൽ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചപ്പോൾ ദാവീദ് ന്യായീകരിക്കുകയല്ല ചെയ്തത്. ദൈവം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് പൊറുക്കണമേ, എന്നോട് കരുണ ചൊരിയണമേ. ഇതാണ് ഓരോ ക്രൈസ്തവനും തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത്. തമ്പുരാനെ, ഞാൻ വിശ്വാസത്തിൽ ജീവിച്ചവനാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇടർച്ച സംഭവിച്ചു. ഞാൻ നല്ല മാതൃക നൽകേണ്ടവനായിരുന്നു, പക്ഷേ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു പോയി. മറ്റുള്ളവരൊക്കെ ചേർത്ത് പിടിക്കേണ്ടവനായിരുന്നു, വിശുദ്ധിയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവനായിരുന്നു, വിശുദ്ധിയിൽ ജീവിക്കേണ്ടവനായിരുന്നു. എൻ്റെ ഈശോയെ, എനിക്കതിനൊക്കെ തെറ്റ് സംഭവിച്ചു. അശുദ്ധിയുടെ കൂട്ടുകെട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നോട് പൊറുതി നൽകണമേ, മാപ്പ് നൽകണമേ. ഓരോ വിശ്വാസിയും, ഓരോ വ്യക്തിയും, ഓരോ ക്രൈസ്തവനും ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് തമ്പുരാൻ്റെ അനുഗ്രഹം വീണ്ടും ആ വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ദാവീദിനെ പോലെ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് തമ്പുരാനോട് ഏറ്റു പറയാം. നമ്മളൊക്കെ ആയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ആയിരിക്കേണ്ട അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നമുക്ക് കാലുവയ്ക്കാം. വന്നുപോയ വീഴ്ചകൾ ദാവീദ് ഏറ്റു പറഞ്ഞതുപോലെ നമുക്കും ഏറ്റു പറയാം. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടായിരിക്കും. അത് സ്വീകരിക്കണമെങ്കിൽ ദാവീദിൻ്റെ ഈ മനസ്സിൽ എളിമയോടുകൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നൊരു മനോഭാവം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം